അന്നൊരു ഡ്രസ് അല്ലായിരുന്നു അല്ല. നമ്മളെങ്ങനെ പോണു ഗൈസ്? നമ്മൾ കളപ്പാറ പോവാണ്. എങ്ങനെയാണ് അവിടെ കളപ്പാറ എന്ന് പറയുന്നത്? കളപ്പാറ പോകുമ്പോ കാണാം. എങ്ങനെയൊന്നൊരു പിടുത്തല്ല. വെള്ളം ഉണ്ടായാൽ മതിയായിരുന്നു. സമയം 6:40. കോട എക്സ്പെക്ട് ചെയ്താണ് പോകുന്നത്. കാണുമോ? വെയിലേറിന് കൊട കണ്ടാൽ മതി, മഴ പെയ്താൽ മതി. അങ്ങനെ കുറേ നേരം തപ്പിയിട്ടാണ് ഒരു ചായക്കട കിട്ടിയത്. ഇതുകൊണ്ട് ആമല ഒരു തെളിഞ്ഞ വെള്ളം, ആരും കാലും ഭക്ഷിക്കാത്ത വെള്ളം. ഭക്ഷിക്കാത്ത വെള്ളമോ? ആരും ഇറങ്ങാത്ത. ഈ കാണുന്ന പോലെയല്ല, കയറുന്നത് കുറച്ച് കഷ്ടപ്പാടാണ്. മുമ്പ് ഇതിൻ്റെ പകുതി ഞാൻ കയറിയിട്ടുമുണ്ട്. അന്ന് എനിക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. ആ സ്പോട്ട് എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തായിരുന്നു സമ്മാനം എന്ന്. ഭാഗ്യം വെച്ചിട്ട് പൊട്ടാനാണ് സാധ്യത കൂടുതൽ. അപ്പം ഇതാണ് ഞാൻ അന്ന് കിട്ടിയെന്ന് പറഞ്ഞ സമ്മാനം. കയറാണെങ്കിൽ ഏറ്റവും മുകളിൽ കയറണം. വയ്ക്കോ? ഇപ്പൊ പറ. കണ്ടാ മതി. വേറെ എന്തും കുഴപ്പമില്ല, ഇവൻ്റെ ഈ തള്ളും കേട്ട് അറ്റം വരെ എത്തണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. മല ഓരോ ഫ്ലോറായിട്ടാണെന്നാണ് അവൻ പറയണത്. പോയി കണ്ടു നോക്കിയൊക്കെ. ഇതായിരുന്നു ടാസ്ക് നമ്പർ 1. ഇതാ അതുകൊണ്ട് അങ്ങോട്ട് കാണിച്ചു ആ മല കയറണം. അതാണ് ടാസ്ക് നമ്പർ 2. അനു പറഞ്ഞ പോലെ ഫസ്റ്റ് ഫ്ലോർ വലിയ കുഴപ്പമില്ല. സെക്കൻഡ് ഫ്ലോർ എൻ്റെ പിത്തതടി വെച്ച് കുറച്ച് കഷ്ടപ്പാടാണ്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഇതിനാണ് പറയണത് തടി കുറയുകയാണെങ്കിലും ഒന്നുകൂടി നല്ലപോലെ കയറാൻ നല്ലത്. തിന്നുകൊണ്ടിരിക്കുന്ന സുഖം ഇത് കയറുമ്പില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച എന്തുണ്ടായാലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. നല്ല വെള്ളം ചാടിന്നല്ലോ അല്ലേ? കയറാൻ പറ്റുമോ? കയറാൻ പറ്റുമോ? അങ്ങനെ സെക്കൻഡ് ഫ്ലോറും കഴിഞ്ഞ് തേർഡ് ഫ്ലോറിലേക്കാണ്. സെക്കൻഡ് ഫ്ലോർ നമുക്ക് വരുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാം. കയറുന്ന സമയത്ത് വെല്ലുവിളിച്ചതിൻ്റെ ഒറ്റ പേരിലാണ് ഇവൻ്റെ പിന്നാലെ പോണത്. ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ മൂടും തട്ടിപ്പോയിരുന്നു. ഇറങ്ങേണ്ടത് പേടിയാണ്. കാലൊക്കെ പിടിക്കേണ്ട ഒരു അവസ്ഥ. ഇതെന്തിനുണ്ടായ കുഞ്ഞാണോ? ഇത് അതുപോലെ കയറണ്ടേ? അയ്യോ വേണ്ട, നീ വരണ്ട. മതി, ഞാൻ പറഞ്ഞത് അതൊക്കെ സിമ്പിളാണ്. ഓക്കെ പടച്ചോനെ, ഒരു മനുഷ്യക്കുഞ്ഞല്ല കയറിപ്പോയെ. നെക്സ്റ്റ് വീക്ക് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വരും. പറയുമ്പോൾ ഇതൊന്നും പറയുന്ന പോലെയല്ല. കയറുന്നത് ഒരു ടാസ്കേ അല്ല, ഇറങ്ങുമ്പോൾ കാണാം. എവിടെ ചെന്നാലും ഒരു അകിലുണ്ടാകും പറഞ്ഞ സത്യം അത് എവിടെ എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അവൻ്റെ വർത്തമാനത്തിൽ ഒരു പുഴ ഒഴുകുന്നുണ്ടെങ്കിലും ഒരു തുള്ളി വെള്ളമെങ്കിലും ഉണ്ട് കാണാൻ. ഞാൻ വെറുതെ പറഞ്ഞതാണ്.
സ്ഥലം നല്ല അടിപൊളിയാണ്. ഇപ്പോൾ കുറച്ച് വെള്ളം കുറവാണെന്നേ ഉള്ളൂ. ഇവൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വെള്ളം കൂടുതലുള്ള സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഒന്നും കൂടി അടിപൊളിയാത്ര. ണല്ലേ എന്താടി പണി? ഫോൺ പിടിക്കുക. നിന്റെ വാക്ക് കേട്ട് എന്നൊക്കെ ഇങ്ങടൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അന്നൊക്കെ ഇതാ അവസ്ഥ. ഇന്ത്യ കുഴപ്പമൊന്നും ഇല്ലേ. അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ്. വിചാരിച്ച പോലെയല്ല, നല്ല വഴുക്കുണ്ട്. കയറുന്നവർ അതും കൂടെ മനസ്സിൽ കണ്ട് കയറുക. വെള്ളം കണ്ട എനിക്ക് ഭ്രാന്താണ് ഗൈസ്. അന്നേലും ഉപകാരം ഉണ്ടായത് അനുവിനാണ്. 3 ദിവസത്തെ കൂലി ഒറ്റ ദിവസം കൊണ്ട് തീർന്നു. ഞാനൊന്ന് കേറിക്കോട്ടെ. അങ്ങനെ അനുവിൻ്റെ കൂലി കഴിഞ്ഞതിന് ശേഷം വേറെ 2 പോത്തുകളെ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന്. അപ്പോൾ ഓക്കെ ബൈ.